ഡിയർ സ്റ്റുഡൻസ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ ജനറൽ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. കൂടാതെ ഒരു ഡിഫറൻസും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ദെൻ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞത് അതിൻ്റെ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ജനറൽ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. We know that cooperative audit is the application of the general principles of auditing and to ascertain the accuracy and authenticity of books of account. ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ഒതൻറ്റിസിറ്റി, ദെൻ ആക്യുറസി, അതെന്താണെന്നുള്ളത് അറിയുക എന്നുള്ളതാണ്, അസർട്ടൈൻ ചെയ്യാനാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ അല്ല. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഫിനാൻഷ്യലി അതിൻ്റെ ആസ്പെക്റ്റുകൾ അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതല്ല കോപ്പറേറ്റീവ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോക്കസ്ഡ് ഓൺ സർവീസ് ഓറിയൻറ്റഡ്. സർവീസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ദ എക്സാമിനേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ എന്നുള്ളതാണ് ഇവിടെ അസർട്ടൈൻ ചെയ്യുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ്, അതിൽ ഉള്ള മാനേജിംഗ് കമ്മിറ്റി, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നു. സോ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എൻക്വയർസ് ടു ദി ആക്ടിവിറ്റീസ് ഡൺ ബൈ ദി മാനേജിംഗ് കമ്മിറ്റി. സോ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. സാധാരണ കോപ്പറേറ്റീവ് ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ ആക്യുറസിയും ഒതൻറ്റിസിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അത് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസുകൾ എങ്ങനെയാണ് റൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നത് കൂടെയാണ്. Generally, the auditing is a detailed examination of the books of account with the assistance or existence of the vouchers and documents and bill or cash memos, etc. With the evidence of with the help of the evidence of subsidiary or cash book or memos or vouchers is helpful for the detailed examination of the books of account. അതന്നെ ഇവിടെയും ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോഴും അതിൻ്റെ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റും ജനറൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 24 പോയിന്റ്സുകളാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡിഫറൻസുകളും എന്തിൻ്റെ ബേസിലാണെന്നുള്ളത് ഞാൻ ആദ്യം ഓരോന്ന് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡിഫറൻസ് പറയുന്നത് ഇതിൻ്റെ മീനിങ്ങിൻ്റെ ബേസിലാണ്. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റും അതുപോലെ തന്നെ ജനറൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ മീനിങ്ങിൻ്റെ ബേസിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കാം. That is, the general audit is concerned with the arithmetical accuracy or critical examination of the books of accounts, the books of account, the financial statements. But in the cooperative audit, it is the application of the general principles of auditing to the examination of the corporate books of account of the society. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുന്നതാണ്, അതിൻ്റെ എതൻറ്റിസിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഓഡിറ്റിനപ്പുറമായിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കൂടെ കണ്ടക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ ജനറൽ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അനദർ വൺ നമ്പർ 2 അപ്ലിക്കബിലിറ്റി ആണ്. നമ്പർ 2 പറയുന്നത് അപ്ലിക്കബിലിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം.
General audit is the applicable to all firms of business organization. Audit is conducted in the all business organization, but in the cooperative audit is conducted or it is applicable to the cooperative societies only. കോപ്പറേറ്റീവ് ഓഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് മാത്രം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് KCS ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ആപ്ലിക്കബിലിറ്റി. തേർഡ് വൺ ഒബ്ജക്റ്റിന്റെ ബേസിലാണ്. തേർഡ് വൺ ഒബ്ജക്റ്റ്. ജനറൽ ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The audit is conducted to find out whether the final accounts exhibit a fair, true and fair view of the state of affairs of the concern. But in the cooperative audit, the general apart from the general auditing, it includes the administrative audit and an examination of overdue debt, if any. General audit എന്ന് പറയുമ്പോൾ it is conducted by the detailed examination to find out whether the books of accounts are prepared in accordance with the law or true and fair. ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിനപ്പുറം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതേസമയം ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. So cooperative audit is the administrative audit and detailed examination of the overdue debt, if any. Fourth one പറയുന്നത് അതിൻ്റെ ബേസ് ആണ് പറയുന്നത്. ബേസിക് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ജനറൽ ഓഡിറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോട്ട് ആൻ പെർട്ടിക്കുലർ ആക്ട് ബട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് as per the provisions of Cooperative Societies Act 1969. ഇപ്പം എന്തിൻ്റെ ബേസിലാണ് ഈ രണ്ട് ഓഡിറ്റുകളും കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ജനറൽ ഓഡിറ്റുകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ആക്ടിൻ്റെ ബേസിലൊന്നല്ല. എല്ലാ ഓർഗനൈസേഷൻസുകൾക്കും എന്ത് ചെയ്യാം, ഒരു ജനറൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. കോപ്പറേറ്റീവ് KCS ആക്ട് അനുസരിച്ച് കൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ബേസ്. അനദർ വൺ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് രണ്ട് ഓഡിറ്റും കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോപ്പർ അതോറിറ്റിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്ന ഡിഫറൻസ്. ഫിഫ്ത്ത് വൺ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ജനറൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഓഡിറ്റർ ഈസ് he should possess chartered accountant under and the membership in the Institute of Chartered Accountants of India. ICAI മെമ്പർഷിപ്പ് ആയിട്ടുള്ളതും CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡിഗ്രി പൊസസ് ചെയ്തിട്ടുമായിട്ടുള്ള വ്യക്തികളാണ് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ എന്ന് പറയുന്നത്. But in the case of the cooperative audit, the person who possesses the qualification as per the KCS Act rules become auditor of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റർ എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രിയെ കുറിച്ച് അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCS ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് പ്രൊവിഷൻസുകൾക്ക് അനുസരിച്ച് കൊണ്ടാണ്. അതിൽ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെ വേണമെന്നുള്ളത്. അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രം ആകണം എന്നുള്ളതല്ല, മറ്റുള്ള പല ഡിഗ്രീസുകളും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആരാവാം, ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റർ ആവാം. അപ്പോൾ നെക്സ്റ്റ് അത് ഡിഫറൻസ് പറയുന്നത് ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ്. അനന്തർ പറയുന്നത് കമ്പൾസറി ആണോ എന്നുള്ളതാണ്. രണ്ട് ഓഡിറ്റുകളും കമ്പൾസറി ആണോ എന്നുള്ളതാണ്. സിക്സ്ത് പോയിന്റ് കമ്പൾസറിയുടെ ബേസിലാണ്. General audit is not compulsory for all type of business organization, but in the case of the cooperative audit, it is compulsory under the Cooperative Societies Act.
ജനറൽ ഓഡിറ്റ് എല്ലാ സൊസൈറ്റി എല്ലാ ഓർഗനൈസേഷൻസുകൾക്കും കമ്പൽസറി അല്ല, സ്റ്റാറ്റ്യൂട്ടറി അല്ല. പല ഓർഗനൈസേഷൻസുകൾക്കും അവരുടേതായിട്ടുള്ള ഓപ്ഷൻ വേണ്ടി, അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് അങ്ങനെയല്ല. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് കമ്പൽസറി. ഇറ്റ് ഈസ് ദ റൂൾസ് ആർ പ്രൊവൈഡഡ് ബൈ ദി KCS ആക്ട്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. അവരുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ വിതിൻ 6 monthsനകം കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്തിരിക്കണം. അത് കമ്പൽസറി ആണ്. ഓക്കെ. അനദർ പോയിന്റ് പറയുന്നത് 7th പോയിന്റ് അപ്പോയിൻമെന്റിനെ കുറിച്ചിട്ടാണ്. ഈ ജനറൽ ഓഡിറ്റിലും കോപ്പറേറ്റീവ് ഓഡിറ്റിലും അപ്പോയിന്റ് ചെയ്യുന്ന മോഡ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. 7th one അപ്പോയിൻമെന്റ്. അപ്പോയിൻമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഓഡിറ്റർ, ജനറൽ ഓഡിറ്റിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. അതായത് ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഇൻഡിപെൻഡൻ്റ്ലി അപ്പോയിന്റ് ചെയ്യുന്നതാണ്. CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജനറൽ ഓഡിറ്റിന് വേണ്ടി ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അങ്ങനെയല്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റേഴ്സിന് ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആയിട്ട് ജനറൽ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പെർമനന്റ് അറേഞ്ച്മെന്റ് ആണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഒരു സ്പെഷ്യൽ വിങ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനൽ ഓഫ് ഗ്രൂപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അനദർ വൺ പറയുന്നത് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടാണ്. 7th പോയിന്റ് റെസ്പോൺസിബിലിറ്റി. ഒരു ജനറൽ ഓഡിറ്റിൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ, ബുക്സുകൾ, വൗച്ചേഴ്സുകൾ അതെല്ലാം എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. സോ ആ ഫേം തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റിന് വിധേയമാകുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം കിട്ടേണ്ടത്, അതെല്ലാം അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. പക്ഷെ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അങ്ങനെയല്ല. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ അതോറിറ്റി ആയിട്ടുള്ളത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. അത് മാത്രമല്ല, ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്യണം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും, അതിൻ്റെ ഒരു ഭാഗം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഗവൺമെൻറ് ആയതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് കൂടെയുണ്ട്. അപ്പോൾ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ആർ ഡൺ ബൈ ദി ഗവൺമെൻറ്. അനദർ വൺ, ഇറ്റ് ഈസ് ഓപ്ഷണൽ ആണോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൺലി ഓപ്ഷൻ. 9th പോയിന്റ് പറയുന്നത് ജനറൽ ഓഡിറ്റുകളെല്ലാം ഫിനാൻഷ്യൽ ഓഡിറ്റുകളാണ്. ഇപ്പോൾ ഒരു ക്ലബ്ബാണ് അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ചാരിറ്റി സൊസൈറ്റീസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ഇവരെല്ലാം അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ അസസ് ചെയ്യാനാണ് ജനറലി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റ് അങ്ങനെയല്ല. കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റുമാണ്, പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കൂടെയാണ്. സോ difference is that general audit is a financial audit, but in the case of the cooperative audit it is a financial audit and administrative audit also. Another one പറയുന്നത് 10th point ആണ്. അപ്പോൾ 9th point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. ടൈപ്പ് ഓഫ് ഓഡിറ്റ്. 10th point പറയുന്നത് റിപ്പോർട്ട് സബ്മിഷനെ കുറിച്ചിട്ടാണ്. റിപ്പോർട്ട് സബ്മിഷൻ.
General audit report, audit report is submitted to the society, to the institution. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനാണ്. അതായത് ജനറൽ ഓഡിറ്റിൽ ഇപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആരാണോ അയാളെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കാണ്. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിനാണ്, ഒരു ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിനാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സിനായിരിക്കണം ആ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി ഡയറക്ടറേറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഫൈനലി അത് ആർക്കും കൂടെ സബ്മിറ്റ് ചെയ്യും? അത് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിന് കൂടെ സബ്മിറ്റ് ചെയ്യും. അതാണ് 10th പോയിന്റ് പറയുന്നത്. 11th പോയിന്റ് പറയുന്നത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഭാഗത്തിനെ കുറിച്ചിട്ടാണ്. 11 സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറയുന്നത് ഓഡിറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫോർ ഓൾ കൺസേൺ. അതായത് ജനറൽ ഓഡിറ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും കമ്പൽസറി അല്ല, പക്ഷെ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി. നമ്മളൊരു സ്പെഷ്യൽ ഫീച്ചർ പഠിച്ചപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെന്ന് പറഞ്ഞു. കാരണം അതെന്തായിരിക്കും സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയാനായിട്ടുള്ള കാരണം? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡഡ് ബൈ ദി കേസീസ് ആക്ട്. ഒരു സ്റ്റാറ്റ്യൂട്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിന് നിയമം ഉണ്ടായിരിക്കണം. ആ നിയമാനുസൃതം ആയിട്ട് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. പക്ഷേ ഒരു ജനറൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലബ്ബ് ഒരു ഓഡിറ്റ് ക്ലബിൻ്റെ ആ ഒരു അസോസിയേഷൻ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് പ്രത്യേകമായിട്ട് നിയമങ്ങളൊന്നും പറയുന്നില്ല. ക്ലബിലുള്ള മെമ്പേഴ്സിൻ്റെ താല്പര്യപ്രകാരം അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഒക്കെ എന്ത് ചെയ്യാം? ഓഡിറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് KCS ആക്ടിൻ്റെ റൂൾസും റെഗുലേഷൻസുകൾക്കും വിധേയമായിട്ടുള്ളത് കൊണ്ട് അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. 11th പോയിന്റ് ടെസ്റ്റ് ഓഡിറ്റ് എന്നുള്ളതാണ്. 12th പോയിന്റ് ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഓഡിറ്റിൻ്റെ ഒരു പ്രത്യേകത, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സാണ് ഇത് ചെയ്യുന്നത്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദ ടെസ്റ്റ് ഓഡിറ്റ് ഈസ് ദി പെക്യൂലിയർ ഓഫ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദി സീനിയർ ഓഡിറ്റേഴ്സ്. ദേ ആർ ഡയറക്റ്റഡ് ഓർ അപ്പോയിൻറ്റഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് ദി സൊസൈറ്റി. രജിസ്ട്രാറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം സീനിയേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഈ ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു സാറ്റിസ്ഫൈ ദ ജൂനിയർ ഓഡിറ്റേഴ്സ് ആൻഡ് they are doing their work properly and efficiently. അവരുടെ വർക്കുകൾ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജൂനിയർ സ്റ്റാഫായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്ത വർക്കുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് സീനിയർ സ്റ്റാഫുകൾ ചെക്കിങ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുക? ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുക. ഇപ്പം ജനറൽ ഓഡിറ്റിൽ ടെസ്റ്റ് ഓഡിറ്റ് എന്തല്ല? കമ്പൽസറി അല്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 11, 12, 13 പോയിന്റ് ആണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് തന്നെയാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസിലുള്ളൊരു പോയിന്റ് തന്നെയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The object of the audit is to measure the profitability and financial position of concern, welfare of the members, not concern of any form of business organization. അതായത് കോപ്പറേറ്റീവ് ജനറൽ ഓഡിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യാനാണ്? അസർട്ടൈൻ ചെയ്യാനാണ്. വെദർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് or the books of accounts are prepared are fair and view. ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ജനറൽ ഓഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ എപ്പോഴും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനല്ല, അതിന് പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആയതുകൊണ്ട് മെമ്പേഴ്സിന് അവർക്ക് കിട്ടിയിട്ടുള്ള വെൽഫെയറിനെ കുറിച്ച് അസർട്ടൈൻ ചെയ്യാൻ, സൊസൈറ്റിയുടെ ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാം, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എങ്ങനെയാണെന്ന് അറിയാം, അതേസമയം തന്നെ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഓഡിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കാരണം കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അവരുടെ ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് ടു സീ how far the working of the society is able to improve the welfare of its members. സൊസൈറ്റിയുടെ മെമ്പർമാരുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്കിങ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോപ്പറേറ്റീവ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14th ഡിഫറൻസ് പറയുന്നത്, apart from the financial audit, the auditor has no other responsibility. But in the case of the general cooperative audit, the cooperative auditor has the power to analyze the books of accounts or working condition of corporate society or object are according to the principles and values of Act. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിന് വളരെ വ്യത്യാസമുണ്ട്. അതായത് ജനറൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമാണ്, മറ്റൊരു റെസ്പോൺസിബിലിറ്റിയും ആർക്കില്ല, ഓഡിറ്റർക്കില്ല. അതേസമയം ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൽ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഓഡിറ്റിനേക്കാൾ അപ്പുറമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ പ്രിൻസിപ്പിൾസുകൾ വാല്യൂസുകളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് തന്നെയാണ്. ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റർ. 15th പോയിന്റ് പറയുന്നത് ഓഡിറ്റ് ഫീസിനെ കുറിച്ചാണ്. 15th പോയിന്റ് പറയുന്നത് ഓഡിറ്റ് ഫീസാണ്. ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഓഡിറ്റിൽ ഓഡിറ്റ് ഫീസ് ഈസ് ഫിക്സഡ് ബൈ ദ സ്പെസിഫിക് എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു ദി ഫേം അറ്റ് ദി ടൈം ഓഫ് ദി അപ്പോയിൻമെന്റ് ഓഫ് എൻ ഓഡിറ്റർ. ഒരു ജനറൽ ഓഡിറ്റിൽ, ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ആവട്ടെ എവിടെ ആയിക്കഴിഞ്ഞാലും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് നൽകേണ്ട ഓഡിറ്റ് ഫീസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഓഡിറ്റ് ഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് അറ്റ് ദി അപ്പോയിൻമെന്റ് ഓഫ് ദി സൊസൈറ്റി. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദി KCS ആക്ട്. ഒരാളുടെയും അപ്പോയിന്റ് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല ഫിക്സ് ചെയ്യുന്നത്, KCS ആക്ട് പ്രകാരമാണ്. അപ്പോൾ KCS ആക്ട് പ്രകാരം ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണോ ആ സൊസൈറ്റിയുടെ ചില കേസുകളിൽ അവർക്ക് ഓഡിറ്റ് ഫീസ് നൽകേണ്ടി വരിക വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാവാം, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിലാവാം, അല്ലെങ്കിൽ അവരുടെ ഇത് എന്തെങ്കിലും പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ഫേമുകളാണെങ്കിൽ സെയിൽ പ്രൊസീഡ്സിൻ്റെ ബേസിലാവാം. ഇങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീസ് നിശ്ചയിക്കുന്നത്. പക്ഷേ ജനറൽ ഓഡിറ്റിൽ അവരുടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓഡിറ്ററുടെ ഓഡിറ്റ് ഫീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് 15th പോയിന്റ് ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് റൈറ്റ് ഓഫ് ആൻ ഓഡിറ്റർ ആണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. 16th പോയിന്റ് റൈറ്റ് ഓഫ് ഓഡിറ്റർ. റൈറ്റ് ഓഫ് ഓഡിറ്ററിൽ പറയുന്നത് ഒരു ജനറൽ ഓഡിറ്റിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയോ വിളിക്കാനോ അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാനോ ഉള്ള പവർ ആർക്കില്ല, ഓഡിറ്റേഴ്സിനില്ല. അതാണ് പറയുന്ന ഒരു പോയിന്റ്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ദ പവർ, ദ ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ദ പവർ ടു സമൺ എനി പേഴ്സൺ ടു കളക്ട് എനി ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദി ഓഡിറ്റ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്വയർഡ് ഇൻഫർമേഷൻസുകൾ നൽകാൻ വ്യക്തികളെ, അങ്ങനെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ വിളിക്കാനും അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഓഡിറ്റർക്കുണ്ട് എന്നുള്ളത് ഒരു ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യൽ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. 17th പോയിന്റ് പറയുന്നത് സ്പെഷ്യൽ റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസുകളിൽ സ്പെഷ്യലായിട്ടുള്ള റിപ്പോർട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ ഓഡിറ്റിൽ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയുടെ ആക്ട് ആൻഡ് റൂൾസിന് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസുകൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് അത് ഓഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലും എന്ത് ചെയ്യാം, സ്പെഷ്യൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആർക്കാണ്, ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർക്കാണ്.
അനദർ വൺ പറയുന്നത് ഓഡിറ്റ് ഈസ് നോട്ട് എ വാല്യൂ, അതായത് വാല്യുവേഷൻ കുറിച്ചിട്ടാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും വാല്യുവേഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാല്യുവർ അല്ല. ജനറൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ മറ്റ് ബിസിനസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത അതർ ഓർഗനൈസേഷൻസുകളിൽ ഓഡിറ്റർ ഈസ് നോട്ട് ആൻ വാല്യുവർ. അത് ഓഡിറ്റ് അവരുടെ അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും വാല്യുവേഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഓപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടി ഒന്നുകൂടെ വരുന്നുണ്ട്. he has the power to valuation of the assets and liabilities in accordance with the rules and provisions of the act. another one പറയുന്നത് ഷെയർ ഹോൾഡർ, അതായത് ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ഇതിൽ ഒരു ഡിഫറൻസ് പറഞ്ഞതാണ്. പക്ഷെ വേറൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് general audit. In a general audit, a shareholder with a prescribed qualification can become an auditor. ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർ ആണ്, പക്ഷെ അയാൾക്ക് അതേസമയം എന്തായി തീരാം, അയാൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്ററായിട്ട് തീരാം. പക്ഷെ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അങ്ങനെയല്ല. ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ കൂടെയും അയാൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റർ ആവാനായിട്ട് കഴിയില്ല. അതൊരു ഡിഫറൻസ് ആണ്. അനദർ വൺ പറയുന്നത് റിപ്പോർട്ട് സബ്മിഷനെ കുറിച്ചിട്ടാണ്. 20 പോയിന്റ് പറയുന്നത് റിപ്പോർട്ട് സബ്മിഷൻ. ജനറൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് 3 മാസം എടുക്കുമെന്നുണ്ടെങ്കിൽ 3 മാസത്തിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഓഡിറ്റിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ABCD എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യണം. അത് ക്ലാസിഫൈ ചെയ്യുന്നത് ഓഡിറ്ററുടെ തന്നെയാണ്. അതായത് സൊസൈറ്റിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, മാനേജ്മെന്റ് എഫിഷ്യൻസി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതർ വർക്കിംഗ് കണ്ടീഷൻ, ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യാം, ഒരു സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യേണ്ടതും അതിനുശേഷമാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അനദർ വൺ പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ടു ഹൂം ദ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ്. ജനറൽ ഓഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിപ്പോൾ കമ്പനിയുടെ ബേസിലൊക്കെ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇനി ഗവൺമെൻറ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഓഡിറ്റ് ആണെങ്കിൽ ഗവൺമെൻറ്റിനാണ്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് തന്നെയാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ വിങ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യാൻ കൺസേൺഡ് അതോറിറ്റി. അവർക്കാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ മീറ്റിംഗ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് കേട്ടോ. ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഡിറ്റർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അയാൾ കൺവീൻ ചെയ്തിരിക്കണം, പ്രസന്റ് ആയിരിക്കണം. പക്ഷേ മറ്റ് ജനറൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ ഹാസ് ദ പവർ ടു ഹാസ് നോ റൈറ്റ് ടു അറ്റൻഡ് ദ കൺവീനിങ് ഓഫ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കമ്പൾസറി അല്ല. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ, ഒരു ഫൈനൽ ഓഡിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതും റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതെല്ലാം കമ്പൾസറിയാണ്. ഓക്കെ, നെക്സ്റ്റ് 23 പോയിന്റ് പറയുന്നത് ഗൈഡൻസ് ഓഫ് ദി ഓഡിറ്റർ ആണ്. 23 പോയിന്റ് ഗൈഡൻസ് ഓഫ് ഓഡിറ്റർ. ജനറൽ ഓഡിറ്റ്
കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ള എറേഴ്സുകളോ ഫ്രോഡ്സുകളോ മറ്റെന്തെങ്കിലും ഒതൻറ്റിക്കേറ്റഡ് അല്ലാത്ത ഇൻഫർമേഷൻസുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് എവിഡൻസോടുകൂടെ, അതായത് വൗച്ചേഴ്സ്, ക്യാഷ് മെമ്മോസ്, മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ബേസോടുകൂടെ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ആ ഓർഗനൈസേഷന് വേണ്ട നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗൈഡൻസ് ചെയ്യൽ മാത്രമല്ല, കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടി ഉണ്ട്. ഹീസ് ആൻ ഫ്രണ്ട്, ഹീസ് ആൻ ഫിലോസഫർ ആൻഡ് ഹീസ് ഗൈഡ് ആസ് ദി മെമ്പർ നോട്ട് ഷ്രൂഡ് ദ ബിസിനസ് മാൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഒരു ബിസിനസ് മൈൻഡോടുകൂടെ അല്ല പ്രവർത്തിക്കേണ്ടത്, സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയും മെമ്പേഴ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയും സൊസൈറ്റിയുടെ, അതായത് ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകളും വാല്യൂസുകൾക്കും അനുസൃതമായിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പോലെ ആ ഡയറക്ഷൻ മാത്രം നൽകിയാൽ പോരാ, അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യണം, ഒരു ഫിലോസഫറായിട്ടും ഗൈഡായിട്ടും ഫ്രണ്ടുമായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സ്കോപ്പിനെ കുറിച്ചാണ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റും ജനറൽ ഓഡിറ്റും തമ്മിലുള്ള അതിൻ്റെ സ്കോപ്പ് പറയുന്നത്. ജനറൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ഫിനാൻഷ്യലായിട്ടുള്ള പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനാണ് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം എന്ത് ചെയ്താൽ മതി, എക്സാമിൻ ചെയ്താൽ മതി. പക്ഷെ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഓഡിറ്റിനേക്കാൾ എന്താണ്, മോർ വൈഡാണ്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാനേജറിയൽ കപ്പാസിറ്റി, general working condition of the cooperative society, capital structure of the society, financial strength and worthiness of the society. ഇതെല്ലാം അറിയുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഡിഫറൻസുകൾ പറയുന്നതാണ് ജനറൽ ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും. അതിൻ്റെ പോയിന്റ്സുകളാണ് നമ്മൾ 24 പോയിന്റ്സുകളായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ ടോപ്പിക്കിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഹെഡിങ് ആണ് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ജനറൽ ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വരുന്ന, മാനേജീരിയൽ ആയിട്ട് വരുന്ന എഫിഷ്യൻസി അറിയുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് നേച്ചർ ഓഫ് ഓഡിറ്റ് ആണ്. ഇതിന്റെ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത് നേച്ചർ ഓഫ് ഓഡിറ്റ്. എന്താണ് ഫിനാൻഷ്യൽ ഓഡിറ്റിന്റെ നേച്ചർ? Financial audit is compulsory for all types of business organization, but administrative audit is compulsory for cooperative form of organization. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കമ്പൾസറി. പക്ഷേ ഫൈനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കെല്ലാം എന്ത് കമ്പൾസറി ആയിരിക്കും? ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് കമ്പൾസറി ആണ്. നമ്പർ 2 പറയുന്നതിൻ്റെ അപ്ലിക്കബിലിറ്റി ആണ്. Applicability. Number 2, applicability. Financial audit, it is applicable to all types of business organization, but cooperative societies are only applicable to the administrative audit. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കമ്പൾസറി ഉള്ളൂ, അത് അപ്ലിക്കബിൾ ഉള്ളൂ. പക്ഷേ ഫൈനാൻഷ്യൽ ഓഡിറ്റ് കമ്പൾസറി ഉള്ളത് അതർ ബിസിനസ് ഓർഗനൈസേഷനും, അതർ ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ഫൈനാൻഷ്യൽ ഓഡിറ്റ്. നെക്സ്റ്റ് പറഞ്ഞത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. What are the objective of the financial audit and administrative audit? നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫെയർ ആൻഡ് റിവ്യൂലാണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യലാണ്. ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബേസിലാണ് ഫൈനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെങ്തിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയല്ല. ദാറ്റ് ഈസ്
it is ascertained to know the effectiveness and efficiency of the management in the performance and to suggest the measures to improve it. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുണ്ടാകുന്ന ഫെയിലുവേഴ്സ് അതിനെ റിക്കവർ ചെയ്യാനുള്ള മേക്കപ്പ് ചെയ്യാനുള്ള റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ് ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിലൂടെ നൽകുന്നത്. പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തിനെ അറിയാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസിനെ അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അനദർ ഡിഫറൻസ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ആണ്. ഫോർത്ത് പോയിന്റ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഹി ഷുഡ് പോസസ് ദ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാഫുകളാണ് അവർക്കാണ് അതിനുള്ള യോഗ്യത. പല ഡിഗ്രീസുകളും അവർക്കുണ്ട്. പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ KCS ആക്ടിലുള്ള റൂൾസുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും. അനദർ വൺ പറയുന്നത് ബൈ ഹും കണ്ടക്ടഡ്. ഫിഫ്ത്ത് പോയിന്റ് ആണ് പറയുന്നത് ബൈ ഹും കണ്ടക്ടഡ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഡിറ്റ് ആർ കണ്ടക്ടഡ് ബൈ സെപ്പറേറ്റ് സെറ്റ് ഓഫ് സ്റ്റാഫ്, സെപ്പറേറ്റ് പ്രോസസ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റിൽ ഒരു സെപ്പറേറ്റ് സ്റ്റാഫാണ്. അതായത് ഒന്നുകിൽ ഓഡിറ്റേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സൺ ആവാം. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നത്. കാരണം മാനേജറിയൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഏത് ഓഡിറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. സിക്സ്ത് പോയിന്റ് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്കോപ്പ് എന്താണ്? രണ്ട് ഓഡിറ്റ് തമ്മിലുള്ള സ്കോപ്പ്. ഫൈനാൻഷ്യൽ ഓഡിറ്റിൽ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റുകളാണ് അനലൈസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യലായിട്ട് വരുന്ന ആസ്പെക്റ്റുകളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫൈനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ് എവിടെ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ ചെയ്യുന്നത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി ഓപ്പറേഷണൽ ഏരിയാസ് ഓഫ് ദി മാനേജ്മെന്റ്. മാനേജ്മെന്റ് വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, ജനറൽ ആക്ടിവിറ്റീസുകൾ എങ്ങനെയാണ്, അതറിയുന്നതിന് വേണ്ടിയാണ് ഏത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സിക്സ്ത് പോയിന്റ് ആണ് പറഞ്ഞത് അതിൻ്റെ സ്കോപ്പ്. സെവൻത്ത് പോയിന്റ് പറയുന്നത് പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ് ആണ്. പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ് സെവൻത്ത് പോയിന്റ്. ജനറൽ ഫിനാൻഷ്യൽ ഓഡിറ്റും ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസാണ്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റ് പറഞ്ഞതുപോലെ തന്നെ the purpose of the financial audit is to know whether the proper books of accounts are prepared as a fair and view and in accordance with the act. പക്ഷെ അതേസമയം കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ അതിൻ്റെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾക്ക് മാത്രം ഒരു അതൻറ്റിസിറ്റി അറിയുന്നതിന് വേണ്ടിയല്ല, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ജനറൽ ആയിട്ടുള്ള അവരുടെ മാനേജറിയൽ എഫിഷ്യൻസി, അതുമാത്രമല്ല ഏതെങ്കിലും മാനേജറിയലായിട്ടുള്ള ഇൻഎഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള റെമഡിയലായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് ടു നോ വെദർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ prepared in accordance with the law and the books of accounts are fair and view. But in the administrative audit to know whether the policies formulated by the management could improve the economic and efficient working of the members and if not suggest corrective measures.
എന്നാണ് അതിൻ്റെ പർപ്പസ് പറയുന്നത്. 8th പോയിന്റ് പറയുന്നത് പീരീഡ് ഓഫ് ഓഡിറ്റ് ആണ്. പീരീഡ് ഓഫ് ഓഡിറ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് ഡിഫറൻസിൽ. പീരീഡ് ഓഫ് ഓഡിറ്റ്, ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി 1 year ആണ്. ഇയർലി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓരോ വർഷത്തെയും ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ വിതിൻ 6 months അല്ലെങ്കിൽ 3 monthsനകം എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. അപ്പം അതിൻ്റെ പീരീഡ് 1 year ആണ്. അതിൻ്റെ റിപ്പോർട്ട് ആനുവലി സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ വർഷവും നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള പോളിസീസുകളോ എഫിഷ്യൻസീസുകളോ പെർഫോമൻസുകളോ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനിരിക്കുന്ന പോളിസീസുകളും പ്രോഗ്രാംസുകളെ കുറിച്ചും എന്ത് ചെയ്യാം? ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ചെയ്യാം. അപ്പം അതിന് ഇത്ര കാലപരിധി ഉണ്ടെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. So that is the time period of the audit. In the case of management audit is on the basis of activities of past, present and future. Policies are formulated and evaluated. ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ മാനേജീരിയൽ എഫിഷ്യൻസിയാണ്. അത് പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. ദാറ്റ് ഈസ് ഇവാലുവേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഓർ എക്സാമിൻഡ് ത്രൂ ദി മാനേജീരിയൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. നമുക്ക് ഈ 3 പോയിന്റ്സുകളാണ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ഡിഫറൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ജനറൽ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളത് ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഇത്രയും ഡിഫറൻസുകൾ നമുക്ക് കോമൺ ആയിട്ടും പല ഡിഫറൻസുകളും വരുന്നുണ്ട്. പക്ഷെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഏത് ബേസിലാണ് എന്നുള്ളത് ആ പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ഈ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഡ്യൂട്ടീസ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക് പഠിക്കുമ്പോൾ അതിൽ ഓഡിറ്റേഴ്സിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും അതുപോലെ റെസ്പോൺസിബിലിറ്റീസുകളും ഉണ്ട്. നമുക്കതിൽ എല്ലാം അതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നത്. സാധാരണയായിട്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും കോപ്പറേറ്റീവ് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 6 monthsനകം അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെല്ലാം സ്റ്റാറ്റ്യൂട്ടറിലി എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റിന് വിധേയമാക്കിയിട്ടായിരിക്കണം. അപ്പോൾ വൺസ് ഇൻ ഇയറിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് കമ്പൾസറിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആയിരിക്കും. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സാണ്. അവർ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ജനറൽ ബോഡി ഇത് ചെയ്യാറുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഇനി അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാം. ഒരേ സമയം 30-ലധികം കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഓഡിറ്റർക്ക് അപ്പോയിൻറ്റഡ് ആകാനായിട്ട് കഴിയില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിലും ഒരേ സമയം 30 സൊസൈറ്റികളിൽ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യപ്പെടാനാവുകയുള്ളൂ. ഇനി ആ ഒരു സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh rupeesനേക്കാളും പെയ്ഡപ്പ് ക്യാപിറ്റൽ 1 lakh rupeesനേക്കാളും ലെസ് ദാൻ എമൗണ്ട് വരുന്ന സൊസൈറ്റീസുകളിലാണെന്നുണ്ടെങ്കിൽ 30-ലധികം സൊസൈറ്റീസുകളിൽ അവർക്ക് ആരാകാം? ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ ഇതിലെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ വൈഡായിട്ട് പഠിക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ്
administrative audit and differences between general audit and cooperative audit. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.